ബസ്സിലെ ഇടത് അനുകൂല ട്രേഡ് യൂണിയനൊക്കെ ഉള്ളത് കാരണം KSRTC ബസ് ഓടുമെന്നൊക്കെ മന്ത്രി കെ വി ഗണേഷ് കുമാർക്ക് പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം അത് എത്രത്തോളം അതിന്റെ തീവ്രത. സാധാരണഗതിയിൽ അത്തരം പണിമുടക്കുകൾ കേരളത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. നാളെ എന്താവും എന്നറിയില്ല. കാര്യം തെരഞ്ഞെടുപ്പായ കാരണം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യം ഉണ്ടാവും. പക്ഷെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമായ ആവശ്യമാണോ? തർക്കമില്ല. സമയം 8:47:20. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ രീതിയിലുള്ള യുവ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് പ്രത്യേകമായ ഒരു വ്യക്തിയെക്കുറിച്ചോ മണ്ഡലത്തെക്കുറിച്ചോ യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നായിരുന്നു OJ ജനീഷിന്റെ മറുപടി. അതിനകത്ത് സ്വാഭാവികമായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്തും പുതിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, പുതുമുഖങ്ങൾ ഉണ്ടാകും, ചെറുപ്പക്കാരുണ്ടാകും എന്നുള്ളത് അത് പാർട്ടിയുടെ തന്നെ ഒരു വിഷനാണ്. അത് ഉദയപൂർ സമ്മേളനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച ഒരു കാഴ്ചപ്പാടാണ്. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വനിതകൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഇടതുപക്ഷ കോട്ടകൾ പലതും വീണത് അത് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഇടങ്ങളിലാണ്. അപ്പോൾ അതൊരു കാലത്തിൻ്റെ ഒരു ചുവരെഴുത്താണ്. പുതിയ സ്ഥാനാർത്ഥികൾ ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പുതിയ യുഗത്തിലേക്കുള്ള യാത്രയാണ്. പുതിയ യുഗത്തിലേക്കുള്ള യാത്രയിൽ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ആശയങ്ങളും പുതിയ ചെറുപ്പക്കാരും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, പാർട്ടി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണ്. എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥികളാണെന്നുള്ളതിനെ സംബന്ധിച്ചു, പർട്ടിക്കുലർ സീറ്റിനെ സംബന്ധിച്ചോ പർട്ടിക്കുലർ വ്യക്തികളെ സംബന്ധിച്ചോ യൂത്ത് കോൺഗ്രസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വിനിത വിജി വിവരങ്ങളുമായി ചേർന്ന്. വിനിത, സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള ഇത്തരം ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന മറുപടി രാഹുൽ ഇപ്പോൾ കോൺഗ്രസിലില്ല, അതുകൊണ്ട് അത് അപ്രസക്തമാണ് എന്നുള്ളതാണ്. ജനീഷ് പക്ഷേ അങ്ങനെ പറയുന്നില്ല. തീർച്ചയായും ഹാഷ്മി അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകം മണ്ഡലത്തെ പറ്റിയോ ഒരു നേതാവിനെ പറ്റിയോ ഒന്നും ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാർ അത്തരത്തിലേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായമോ പറഞ്ഞിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. പുതുമുഖങ്ങളും ചെറുപ്പക്കാരും ഉൾപ്പെടുന്നതായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ തന്നെയായ ഒരു വിഷനാണ് എന്നും ഉദയപൂർ സമ്മേളനത്തിലൊക്കെ ഇക്കാര്യം രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് വെച്ചതാണ് എന്നും പുതുയുഗത്തിലേക്ക് പോകുമ്പോൾ പുതിയ മുഖങ്ങൾ കൂടി ഉണ്ടാകേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ രീതിയിലുള്ള യുവ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ ഇത്തരമൊരു ആവശ്യം അത് മുന്നോട്ട് വെച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഹാഷ്മീർ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നേരത്തെ ഈ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും നേരത്തെ തന്നെ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയതാണ് എന്ന തരത്തിലായിരുന്നു ഒരു പ്രതികരണം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത് ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകണം, എവിടെയൊക്കെ മത്സരിക്കണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തെക്കുറിച്ചോ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു അഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കൊക്കെ കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.